ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു ടിപ്പാണ്. നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ മാവ് അരച്ച് വയ്ക്കുമ്പോൾ ചില സമയങ്ങളിൽ തണുപ്പ് കാലങ്ങളിൽ നമുക്ക് ഈ മാവ് അങ്ങനെ അധികം പൊങ്ങാറില്ല. നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ദോശ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്. ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് അരി, പിന്നെ ഉഴുന്ന്, പിന്നെ ഉലുവ, പിന്നെ ചോറ്, ഇത്രയും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഇത്രയും ചേർത്ത് അരച്ച് വെച്ചാലും നമ്മൾ നന്നായിട്ട് മാവ് പൊങ്ങി വരാറാണ് ചെയ്യുക. സാധാരണ തണുപ്പ് കാലത്ത് അതങ്ങനെ സംഭവിക്കാറില്ല കേട്ടോ. എനിക്കത് സംഭവിച്ചിട്ടുണ്ട്. നമ്മളത് ഈ മാവ് അരച്ച് വെച്ചാലും നമുക്കങ്ങനെ മാവ് അങ്ങനെ പൊങ്ങി വരാതെ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നല്ല ഒരു തരം കട്ടിയായിരിക്കും ആ ദോശയ്ക്ക്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇതിനകത്തോട്ട് ഒരു കുടം വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് വെക്കും. ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് എടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി. രാവിലെ നോക്കിക്കേ, നല്ല പോലെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പ് കാലമാണ്. എന്നിട്ട് കൂടി നമ്മൾ ഈ വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ വെച്ച് അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ദോശ ചുട്ട് നോക്കി, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ.